ഷഫീന ബീവി അല്ലെ തെർത്താത്ത തെർത്താത്തയുടെ ശ്രദ്ധിക്കും തെർത്താത്തെ ഈ തെർത്താത്തേനെ കുടുംബത്തിൽ കയറ്റുന്നവർ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ നിങ്ങൾ ദയവ് ചെയ്ത് കയറ്റി ഇവരുമായിട്ട് സൗഹൃദം കൂടിയ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചോ, ആര് കുടുംബത്തിൽ കയറ്റിയാൽ ഇവരെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. എന്നെ നെഗറ്റീവ് പറയുന്നത് എന്നെ ഇഷ്ടമില്ലാത്ത കുറെ പേര് ഇവരെ തലവെക്കുന്ന അല്ലാതെ ഇവരാരാണെന്ന് എന്താണ് ഇവർക്ക് ദുബായിൽ എന്താണ് ബിസിനസ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഇവരെ പറ്റി ഇവരുടെ പേര് പോലും ഞാൻ പറഞ്ഞവർക്ക് റീച്ചാണ്. ഇവരിപ്പം കുറെ പെണ്ണുങ്ങളുടെയും ആണുകളുടെയും ലൈഫും കുടുംബം നശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ചേക്കുവാണ്. നിന്റെ ഇതിൽ വീഴുന്നവളല്ല രേണുസുതി, മനസ്സിലായി? നീ കുറെ കിടന്ന് കളിക്കും. നിനക്ക് എന്താണ് എന്റെ പെട്ടിക്കകത്ത് എന്താണ് ആടി പെട്ടിക്കകത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സും ഉണ്ട്, കുറച്ച് ഡ്രസ്സും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് മുട്ടായി റപ്പനൊക്കെ മേടിച്ചോണ്ട് പോകുന്ന മുട്ടായി, കുറെ പേര് നല്ല മുട്ടായി ഒക്കെ തന്നുവിടുന്ന മുട്ടായി. ഇതൊക്കെ നിന്നെ എന്തിനാണ് ഞാൻ ബോധിപ്പിക്കുന്നത്? അടി ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത്. മനസ്സിലായോ? അല്ല നീ അവിടെ ഇരുന്ന് കാലും വയ്യാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് മറ്റേ എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാതെ ഇരുന്ന് പറയുന്നതല്ല. ഞാൻ അന്തസ്സായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നത്. നിന്നെ ഇങ്ങനെ പറയുന്നതാണ് ഞാൻ. പക്ഷെ എന്റെ വായിൽ നീ എന്നെ അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നതിനെ പറ്റി. എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചത്. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് എന്റെ ഫ്രസ്ട്രേഷൻ എന്റെ മാനസികാവസ്ഥയ്ക്ക് കാരണം. നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തല്ലിച്ച് മക്കളെ അമ്മയെ തല്ലിച്ച് നീ ആസ്വദിക്കുന്നുണ്ടല്ലോ. നീ ആസ്വദിക്കും. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എന്റെ ഫാമിലിയെ മറ്റേ ഫാമിലിയെ തമ്മിൽ അടിപ്പിച്ച് മക്കളെ തമ്മിൽ അടിപ്പിച്ച് നീ ഗുണം പിടിക്കത്തില്ല. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതൽ എടുത്തിട്ട് പറയാനില്ല. നാശം പിടിച്ചവളെ. കൊറോണ വൈറസിന് ശേഷം ഏറ്റവും കൂടുതൽ വിപത്തായ ഒരു വിഷയമാണ് ഈ രേണുസുതി. ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാലോ. ഇപ്പം ഷഫീന ബീബിയും കൂടെ ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നോ, അത് പിന്നെ അവർ നേരത്തോട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഇതെങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണം. ഈ കേസ് കേട്ട് പരിഹരിക്കുവാണെങ്കിൽ ഷഫീനയെ പരിഹരിക്കത്തുള്ളതാണ് ഷഫീന പല ആൾക്കാരോടും പറയുന്നത്. കിച്ചു രേണു എല്ലാവരെയും കൂടി ഇരുത്തി പുള്ളിക്കാരിക്ക് ഇത് പരിഹരിച്ച് പിന്നെ കേരളത്തിൽ ഒരു യൂട്യൂബേഴ്സും ഈ ഒരു കോണ്ടന്റ് എടുക്കാതിരിക്കുന്നതാണ് ചേച്ചി ഇനി ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മളെന്തായാലും വെറുതെ വളർത്തില്ല, നമ്മൾ നെഗറ്റീവ് ആയിട്ട് നമ്മൾ അടിക്കും. പിന്നെ ഷഫീനെ പോലുള്ള ഒരാളുടെ യഥാർത്ഥ റിയൽ ക്യാരക്ടർ നമുക്ക് നല്ല രീതിയിൽ അറിയാം. എനിക്കും അതുപോലെ നല്ല രീതിയിൽ അറിയാവുന്നതാണ്. അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. അവരെവിടെ കാലെടുത്ത് വെച്ചോ അവിടെ മുടിപ്പിച്ചിട്ട് അവരടങ്ങത്തുള്ളൂ. എന്തായാലും അതിപ്പോൾ രേണുസുതിയുടെ എടുത്തോട്ടായതുകൊണ്ട് കണ്ടറിയാം. രണ്ടും കണക്കായതുകൊണ്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ വരാൻ ചാൻസ് ഉണ്ട്, സത്യം പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ഇവർക്കൊരു സ്വഭാവമുണ്ട്. ഇവരുടെ ഇമേജ് എവിടെ പോയിട്ടുണ്ടോ ആ വിഷയം അവർ മാറ്റി വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കയറി വന്നിട്ട് അവിടെ പോസിറ്റീവ് അടിച്ചിട്ട് ആ നെഗറ്റീവായ വിഷയം അവിടെ കൊണ്ടുവരും. ഷഫീന ബേബി അന്ന് സംഭവിച്ച കാര്യം വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പുള്ളി അതും കറക്റ്റ് ആക്കാൻ നോക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് അവർ ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര ഡേഞ്ചറാണ്. ഈ അടുത്ത സമയത്ത് ആൽബിൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. അവന് 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. അവൻ്റെ ഒരു വിഷയം വന്നപ്പം അവനെ കേസ് കൊടുപ്പിക്കാൻ വേണ്ടി ഷഫീനയും പിന്നെ 2-3 യൂട്യൂബേഴ്സും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി. ഷഫീൻ അന്ന് പോയിട്ടില്ല. ഈ പിള്ളേരെ കണ്ടാൽ പറഞ്ഞു വിടുക അങ്ങനെ ചെയ്തത്. അത് ഡാനി അതുലു ആണെന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ അടുത്ത് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തമ്മിലടിപ്പിക്കുക. അവിടെയും കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു വ്യക്തിയാണ് അവർ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യും. എന്ന് വെച്ച് രേണുവിനെ സപ്പോർട്ട് ചെയ്യുമെന്നല്ല, അതൊട്ടും ഉണ്ടാവത്തില്ല.